ഹായ് കൂട്ടുകാരെ, ഞാൻ രഞ്ജിത്ത്. നമുക്കിന്ന് JCBയുടെ ഓരോ പാർട്സുകളെ പറ്റി പഠിക്കാം. ജസ്റ്റ് പഠിക്കാമെന്നല്ല പറഞ്ഞു തരാം. നമ്മൾ ഈ കാണുന്നതല്ല, നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് ലോഡർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലോഡർ. ഇതാണ് ഫ്രണ്ട് വശം JCBയുടെ. ലോഡർ ലിഫ്റ്റ് ചെയ്യാനുള്ള ലിഫ്റ്റ് ചെയ്യാൻ ഇത് സിലിണ്ടർ പിസ്റ്റനാണ്. ഇതിൻ്റെ അകത്ത് ഹൈഡ്രോളിക് പമ്പിംഗ് ആണ്. ഇത് ലിഫ്റ്റിംഗ് സിലിണ്ടർ, ലോഡർ ലിഫ്റ്റ് ചെയ്യുന്ന സിലിണ്ടർ. ഇത് നമ്മൾ റേഡിയേറ്റർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാനുണ്ട്. അതേപോലെ ഇത് ഡീസൽ ടാങ്കാണ്. 128 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്കാണ് ഇത്. അതേപോലെ ഡീസൽ പമ്പാണ്. നമ്മൾ ഡീസൽ പമ്പ്, അതിൻ്റെ ഫിൽറ്റർ, ഡീസൽ പമ്പ്, മോട്ടർ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പിന്നൊരു വീഡിയോ ഇടാം. ഇത് ക്യാബിൻ എന്ന് പറയും. ഇതിൻ്റെ ക്യാബിന് ഡീസൽ ഓയിൽ ചെക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു ബോൾട്ട്. ഇത് ലൂസ് ചെയ്താണ് നമ്മൾ സ്റ്റെബിലൈസറിൽ നിർത്തിയിട്ട് ആക്സിൽ ഓയിൽ ചെക്ക് ചെയ്യും. ഇത് സ്റ്റെബിലൈസർ എന്ന് പറയും. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡൗൺ ചെയ്ത് വെച്ച് ഇതിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നാണ് സ്ലൈഡ് ചെയ്യാൻ. ഈ ബക്കറ്റിനെ ഈ സ്ലൈഡ്, ഈ മൂവ്മെൻറ്റ് ഏരിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മുടെ ഈ ഇതിൻ്റെ പൈപ്പ് ലൈനിൻ്റെ വർക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് അങ്ങനെയുള്ള വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സ്വിച്ച് ഞാൻ അകത്ത് കാണിച്ചായിരുന്നു. നമ്മുടെ ഇൻസൈഡ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് കിങ് പോസ്റ്റ്, പിന്നെ മെയിൻ ധൂമ്, സ്റ്റിക്ക്, ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ബക്കറ്റ്. അതിൻ്റെ ബക്കറ്റിൽ ടീത്ത് ഉണ്ട്. നമ്മൾ ഈ ടീത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ടീത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി വേറെ ടീത്ത് ഇടുകയെന്നല്ലാതെ. പിന്നെ അതിനെല്ലാം സിലിണ്ടർ ഉണ്ടാവും. ഇതെല്ലാം ഹൈഡ്രോളിക് പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് കൂടുതലും. മെയിൻ സ്റ്റെബിലൈസർ 2 ഉണ്ട്. സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും നമ്മുടെ ഹൈഡ്രോളിക് ടാങ്ക്. ഇതാണ് ഹൈഡ്രോളിക് ടാങ്ക്. അപ്പുറത്തെ ഡീസൽ ടാങ്ക്, ഇപ്പുറത്തെ ഹൈഡ്രോളിക് ടാങ്കുമാണ്. ഇതിലൊരു 120 ലിറ്ററാണ് കപ്പാസിറ്റി. ഇതിൻ്റെ ഹൈഡ്രോളിക് ടാങ്ക് ഓയിൽ ചെക്ക് ചെയ്യുന്നത്, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ സംഭവം എല്ലാവരും വിചാരിക്കുക എന്താണ്, നമ്മളുടെ ഈ ലോഡർ എന്തെങ്കിലും പിസ്റ്റൺ ലീക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെടുത്ത് നമ്മൾ ജാക്കി പോലെ ഉപയോഗിക്കാനുള്ളതാണ് ഈ ഒരു സംഭവം. ഇനി നമുക്ക് ലോഡർ അപ്പ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഫ്രണ്ട് ലോഡർ അപ്പ് ചെയ്യുന്നത്, അതിന് ലിഫ്റ്റിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ലിഫ്റ്റിംഗ് സിലിണ്ടർ അപ്പ്. ഇത് ഡൗണിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്റർ ഇതിനകത്താണ് റേഡിയേറ്റർ ഉള്ളത്. ബാറ്ററി ഇവിടെയാണുള്ളത് നമ്മുടെ. പിന്നെ ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്താൽ എയർ ഫിൽറ്റർ, ഈ ഒരു സംഭവമാണ് എയർ ഫിൽറ്റർ ഉള്ളത്. പിന്നെ കൂളൻ്റ് ഇവിടെയാണ് ഒഴിക്കുന്നത്. കൂളൻ്റ്, ബ്രേക്ക് ഓയിൽ, എൻജിൻ്റെ ഭാഗങ്ങൾ.